ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ ഒരു ദിവസം കൂടി സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന വലിയ കൃപകൾക്കായിട്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടത് ഏറ്റവും ആവശ്യമായ ഒരു ഘടകമാണ്. കാരണം ദൈവത്തിൻ്റെ വചനം അത് ജീവനും ചൈതന്യവുമുള്ളതാണ്. അത് ഇരുവായ് തലയുള്ള മറ്റേതൊരു വാളിനേക്കാളും അത് തുളച്ചു ചെല്ലുന്നതും നമ്മുടെ അസ്ഥിമഞ്ചകളെ വരെ വിവേചിക്കുവാൻ കഴിവുള്ളതുമാണ് ദൈവത്തിൻ്റെ വചനം. ആ വചനങ്ങളെ നമ്മൾ പ്രമാണിച്ചുകൊണ്ട്, ആ വചനങ്ങളെ നമ്മൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. വെളിപ്പാടുകാരനായ യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു, ഈ വചനങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നവനും അത് കേൾക്കുന്നവനും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ, സമയം അടുത്തിരിക്കുന്നു എന്നാണ്. അപ്രകാരത്തിൽ അന്ത്യനാളുകളിൽ ജീവിക്കുന്ന നാം ഓരോരുത്തരും ജീവനും ചൈതന്യവും നൽകുന്ന നിത്യജീവൻ ആധാരമായിരിക്കുന്ന ദൈവിക വചനങ്ങളെ പഠിച്ച് മുന്നോട്ട് പോകേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അപ്രകാരത്തിൽ ഇന്നീ ദിവസത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നുകൊണ്ട് ഈ ഹോപ്പ് ചാനലിലൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രവിക്കുന്ന നിങ്ങളെ ഏവരെയും വീണ്ടും വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ വചന ശുശ്രൂഷയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടായിരിക്കാം. സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പുറപ്പാട് പുസ്തകത്തെ ആസ്പദമാക്കി നിരവധി കാര്യങ്ങൾ ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. മോശയെ ദൈവം വെള്ളത്തിൽ നിന്നും വലിച്ചെടുത്തത് തുടങ്ങി ഇസ്രായേൽ ജനങ്ങളുടെ മരുഭൂ പ്രയാണങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കിയാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. മനുഷ്യരുടെ മധ്യത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നമുക്ക് കണ്ണുകൾ അടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന അടിയുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, സ്വർഗസ്ഥ പിതാവെ, അനുഗ്രഹമേറിയ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന അവിടുന്ന് അങ്ങയെ പ്രദാനം ചെയ്യുന്ന ഓരോ ശുശ്രൂഷകളും അങ്ങയെ പ്രദാനം ചെയ്യുന്ന അവിടുന്ന് കാണിച്ചു കൊടുത്ത മാതൃകയിൽ മോശ വിദഗ്ധരെ കൊണ്ട് പണിത ആ സമാഗമന കൂടാരത്തെ, വിശുദ്ധ മന്ദിരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വർഗീയ കരമടിയങ്ങളോട് കൂടെ ഇരിക്കണം. അങ്ങയുടെ പരിശുദ്ധാത്മശക്തിയാൽ അടിയങ്ങളെ നിറച്ച് നയിച്ചവിടുന്ന് അനുഗ്രഹിക്കണമെന്ന അടിയൻ കാൽവരിയിൽ മരിച്ചുയർത്തൊന്നേക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തന്നെ ആമേൻ. ഇവിടെ സ്വർഗത്തിലെ ദൈവം മോശ പ്രവാചകനെ സീനായ് മാമലയിലേക്ക് വിളിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാം. അങ്ങനെ സീനായ് മലയിൽ സ്വർഗത്തിലെ ദൈവവും മോശയുമായിരിക്കുന്ന വേളയിൽ സ്വർഗത്തിലെ ദൈവം മോശയോട് കൽപ്പിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. എന്തിനാണ് വിശുദ്ധ മന്ദിരത്തിൻ്റെ ആവശ്യകത? ദൈവം ഇസ്രായേൽ ജനങ്ങളുടെ മധ്യത്തിൽ, ഇസ്രായേൽ ജനങ്ങളുടെ നടുവിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം മോശയോട് കൽപ്പിക്കുന്നു, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം എന്ന്. സദാകാലത്തും മനുഷ്യരോട് കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം, ഏദൻ തോട്ടത്തിൽ സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച, ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ച, മനുഷ്യനോട് കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം, ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഓരോ ദിവസത്തിലും വെയിലാറിയ സമയത്ത് സന്ധ്യായാമത്തിങ്കൽ സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിൽ നിന്നും ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ വസിക്കുന്ന ഇടത്ത് മനുഷ്യരുടെ അടുക്കലേക്ക് കടന്നു വന്നിരുന്നു എന്ന്, മനുഷ്യനോട് പ്രതിവാദിച്ചിരുന്നു, മനുഷ്യനോട് ആശയവിനിമയം നടത്തിയിരുന്നു. ആ ദൈവം എപ്പോഴും മനുഷ്യനോട് കൂടെ വസിക്കുവാൻ ആഗ്രഹിച്ച ദൈവം. എന്നാൽ പാപത്തിൻ്റെ പരിണിത ഫലമായിട്ട് ദൈവവും മനുഷ്യനും തമ്മിൽ അകന്ന പാപം സ്വർഗത്തിലെ ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റി. പിന്നെ ആർക്കും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവീക സാന്നിധ്യത്തിൽ പാപിയായ മനുഷ്യന് നിൽക്കുക അസാധ്യമായിരുന്നു. അതുകൊണ്ട് മനുഷ്യനൊരിക്കലും ദൈവിക സാന്നിധ്യത്തിൽ നിൽക്കുവാൻ കഴിയുകയില്ല. ഇനി മനുഷ്യൻ്റെ ലെവലിലേക്ക് ദൈവം ഇറങ്ങി വന്നെങ്കിൽ മാത്രമേ മനുഷ്യൻ്റെ മധ്യത്തിൽ ദൈവത്തിന് വസിക്കുവാൻ കഴിയുകയുള്ളൂ.
പാപിയായ മനുഷ്യന് തേജോമയനായ ദൈവത്തോടു കൂടെ ആയിരിക്കുവാൻ കഴിയുകയില്ല. അത് മനസ്സിലാക്കിയ ദൈവം സദാകാലത്തും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യനോട് കൂടെ വസിക്കുവാൻ ആഗ്രഹിച്ച ദൈവം ഇവിടെ മോശയോട് പറയുന്നു, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണമെന്ന്. നാം എബ്രായർക്ക് എഴുതിയ ലേഖനവും പുറപ്പാട് പുസ്തകവും വായിക്കുമ്പോൾ മോശ പ്രവാചകനും പൗലോസ് അപ്പോസ്തലനും പറയുന്ന ഒരേ കാര്യം, സ്വർഗത്തിലെ ദൈവം കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരമാണ് മോശ പ്രവാചകൻ വിദഗ്ധരെ കൊണ്ട് ഈ വിശുദ്ധ മന്ദിരം നിർമ്മിച്ചത് എന്ന്. ജ്ഞാനികളായിരിക്കുന്ന 2 വ്യക്തികളെ കൊണ്ട് മോശ ഈ വിശുദ്ധ മന്ദിരം സ്ഥാപിക്കുമ്പോൾ സ്വർഗത്തിൽ ദൈവം കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരമാണ് മോശ അത് പണിതത് എന്ന് ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തുന്നു. അപ്പോൾ സ്വർഗത്തിലൊരു വിശുദ്ധ മന്ദിരമുണ്ട് എന്നും ആ വിശുദ്ധ മന്ദിരം സ്വർഗത്തിലെ ദൈവം മോശയ്ക്ക് കാണിച്ചു കൊടുത്തു എന്നും ആ വിശുദ്ധ മന്ദിരം സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിൻ്റെ മാതൃകയായിരുന്നു എന്നും എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കാം. ദൈവം സ്വർഗത്തിൽ വസിക്കുന്ന വിശുദ്ധ മന്ദിരത്തിൻ്റെ മാതൃക പ്രകാരം ഭൂമിയിൽ ഒരു വിശുദ്ധ മന്ദിരം സ്ഥാപിക്കപ്പെടുകയാണ്. ആ വിശുദ്ധ മന്ദിരത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് സ്വർഗത്തിലെ ദൈവം ഇസ്രായേൽ മക്കളോട് കൂടെ അധിവസിച്ചിരുന്നു, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളുടെ മധ്യത്തിൽ അധിവസിച്ചിരുന്നു എന്നും കാണുവാൻ സാധിക്കാം. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് ക്രിസ്തുവിനെ വിളിക്കണം. യെശയ്യാ പ്രവാചകൻ ക്രിസ്തുവിനെ കുറിച്ച് പ്രവചിച്ചപ്പോൾ പറഞ്ഞു, കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണമെന്ന്. ദൈവം നമ്മോട് കൂടെ സദാകാലത്തും മനുഷ്യനോട് കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം. ആ ദൈവം സ്വർഗസിംഹാസനം വിട്ട് വേഷത്തിൽ തന്നെത്താൻ ഒഴിച്ചു മനുഷ്യരൂപമെടുത്ത് ദാസരൂപമെടുത്ത് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് മനുഷ്യരുടെ ഇടയിൽ പാർത്തപ്പോൾ ദൈവം നമ്മോട് കൂടെ ഇമ്മാനുവേൽ എന്ന് വിളിച്ചു. സദാകാലത്തും മനുഷ്യനോട് വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 21-ാം അധ്യായത്തിൽ പറയുന്ന, ഇതാ ദൈവത്തോട് കൂടെ മനുഷ്യരുടെ കൂടാരം. ദൈവത്തോട് കൂടെ മനുഷ്യൻ വസിക്കുന്നതിന് വേണ്ടി ദൈവം കൂടാരം ഒരുക്കുവാൻ പോകുന്ന നിത്യതയിൽ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ആ ദൈവത്തോട് കൂടെ നമ്മൾ വസിക്കുന്നതിന് വേണ്ടി, അതിനുവേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു കാൽവരിയിൽ നമുക്കോരോരുത്തർക്കും വേണ്ടി പിടഞ്ഞു മരിച്ചത്. നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ സംഭവിച്ച ആ വിള്ളൽ നികത്തി ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ അടുപ്പിച്ച, ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ അടുപ്പിച്ച് ചേർത്ത ഒരു നിത്യവാസം ഒത്തൊരുമിച്ച. അതുകൊണ്ടാണ് വെളിപ്പാടുകാരനായ യോഹന്നാൻ പറയുന്നത്, ഇതാ ദൈവത്തോടു കൂടെ മനുഷ്യരുടെ കൂടാരം. അങ്ങനെ മോശ പ്രവാചകൻ നിർമ്മിച്ച വിശുദ്ധ മന്ദിരത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവിക സാന്നിധ്യമുണ്ടായിരുന്നു എന്ന് കാണുവാൻ സാധിക്കാം. ഈ വിശുദ്ധ മന്ദിരം എന്തിനെ പ്രദാനം ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഈ വിശുദ്ധ മന്ദിരത്തിന് 3 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കാണുവാൻ സാധിക്കാം. ഖദിരമരം കൊണ്ട് നിർമ്മിച്ച ഈ വിശുദ്ധ മന്ദിരത്തിന് പ്രാകാരം അല്ലെങ്കിൽ മുറ്റം, പരിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം എന്നീ 3 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാം. ഇനി പ്രാകാരത്തിൽ 2 ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു, ഹോമയാഗപീഠവും താമ്രത്തൊട്ടിയും. ഒരു വ്യക്തി പാപം ചെയ്താൽ ആ വ്യക്തിയുടെ പാപത്തിന് പ്രായശ്ചിത്തമായിരിക്കുന്ന യാഗമൃഗത്തെ കൊണ്ടുവന്ന ഈ ഹോമയാഗപീഠത്തിൽ പുരോഹിതൻ്റെ സാന്നിധ്യത്തിൽ ഈ വ്യക്തി ആ മൃഗത്തെ അറുക്കണമായിരുന്നു. എന്നിട്ട് അതിൻ്റെ രക്തം ഹോമപീഠത്തിനുള്ളിലും പരിശുദ്ധ സ്ഥലത്തും തളിക്കണമായിരുന്നു. അങ്ങനെ തളിക്കുന്നതിന് മുമ്പ് പുരോഹിതൻ തൻ്റെ കൈയും കാലും താമ്രത്തൊട്ടിയിൽ കഴുകണമായിരുന്നു. ഇതാണ് പ്രാകാരത്തിലെ 2 ഉപകരണങ്ങളുടെ ആവശ്യകത. ഒന്ന് യാഗമർപ്പിക്കുന്നതിന് വേണ്ടി, മറ്റൊന്ന് അതിനുശേഷം കൈയും കാലും കഴുകുന്നതിന് വേണ്ടി. ഇത് നമ്മുടെ ആത്മീക ജീവിതവുമായി എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ,
പാപിയായ മനുഷ്യൻ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു സ്വയം യാഗമായി മാറുമ്പോൾ അവൻ താമ്രത്തൊട്ടിയിൽ കഴുകപ്പെടണം. കർത്താവായ യേശുക്രിസ്തു നൽകിയിരിക്കുന്ന സ്നാന ശുശ്രൂഷയിൽ പങ്കുകൊള്ളണം. അതിനുശേഷം പുരോഹിതൻ കടന്നു പോകുന്നത് പരിശുദ്ധ സ്ഥലത്തേക്കാണ്. ഈ പരിശുദ്ധ സ്ഥലത്ത് 3 ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് കാഴ്ചയപ്പത്തിൻ്റെ മേശ, അതിൽ 12 അപ്പങ്ങൾ ഉണ്ടായിരുന്നു. അത് പ്രദാനം ചെയ്യുന്നത് ഒരു വർഷത്തിലെ 12 മാസങ്ങളിൽ ഇസ്രായേൽ ജനങ്ങൾക്കുള്ള ദൈനംദിന അപ്പത്തെ അത് പ്രദാനം ചെയ്യുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ, സ്നാനമേറ്റു കഴിഞ്ഞാൽ നമ്മൾ ദൈവവചനം പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ, ദൈനംദിനം ദൈവത്തിൻ്റെ വചനങ്ങളെ ശോധന ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെ പ്രദാനം ചെയ്യുന്നു. അടുത്ത് പൊൻനിലവിളക്ക്, അതിന് 7 തണ്ടുകൾ ഉണ്ടായിരുന്നു. ഈ 7 തണ്ടുകളിലും നിത്യം വെളിച്ചം ഇങ്ങനെ ജ്വലിച്ചു കൊണ്ടേയിരുന്നു. അത് നമ്മളാകുന്ന ലോകത്തിൻ്റെ വെളിച്ചങ്ങൾ, ക്രിസ്തുവാകുന്ന ലോകത്തിൻ്റെ വെളിച്ചം പകർന്നു കഴിയുമ്പോൾ 7 ഭൂഖണ്ഡങ്ങളിലും രാജ്യത്തിൻ്റെ സുവിശേഷം, ദൈവത്തിൻ്റെ വചനം പ്രകാശമായി പ്രതിഫലിപ്പിക്കുന്നതിനെ അത് പ്രദാനം ചെയ്യുന്നു. പിന്നെ ഉള്ളത് ധൂപപീഠം. ധൂപപീഠത്തിൽ നിത്യം പുക ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങിക്കൊണ്ടിരുന്നു. അത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെ പ്രദാനം ചെയ്യുന്നു. ക്രിസ്തുവിനോട് കൂടെ ചേർന്നിരിക്കുന്ന നാം ഓരോരുത്തരും ദൈനംദിനം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ അത് നമുക്ക് കാണിച്ചു തരുന്നു. ഇനി അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുന്നതിന് അവിടെ വിശുദ്ധ സ്ഥലവും അതിപരിശുദ്ധ സ്ഥലവും തമ്മിൽ ഒരു കർട്ടൻ അല്ലെങ്കിൽ ഒരു തിരശ്ശീല നിലനിന്നിരുന്നു. അത് ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞിനൂൽ, അതുപോലെ തന്നെ ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞിനൂൽ, നീലനൂൽ, ഇങ്ങനെ ഉള്ള നൂലുകൾ കൊണ്ട് അല്ലെങ്കിൽ നിറങ്ങൾ കൊണ്ട് അത് പണിഞ്ഞിരുന്നു എന്ന് കാണുവാൻ സാധിക്കാം. അതിനകത്ത് അതിപരിശുദ്ധ സ്ഥലം, ആ അതിപരിശുദ്ധ സ്ഥലത്തെയും പരിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഈ തിരശ്ശീലയാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ മുകൾ തൊട്ടടിയോളം 2ആയി ചീന്തിപ്പോയത്. അതിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന അതിപരിശുദ്ധ സ്ഥലത്ത് നിയമപ്പെട്ടകമുണ്ട്. ആ നിയമപ്പെട്ടകത്തിനുള്ളിൽ ദൈവകൽപ്പനകൾ ഇരിക്കുന്നു. അതുപോലെ അഹരോൻ്റെ തളർത്ത വടിയും മന്ന ഇട്ട് വച്ചിരുന്ന പൊൻപാത്രവും ഇരിക്കുന്നു. ആ നിയമപ്പെട്ടകത്തിന് മുകളിൽ കൃപാസനം സ്ഥിതി ചെയ്യുന്നു. ആ കൃപാസനത്തിലാണ് ദൈവിക സാന്നിധ്യം നിലനിന്നിരുന്നത്. ആ കൃപാസനത്തെ മറച്ചുകൊണ്ട് 2 കെരൂബുകൾ നിലനിന്നിരുന്നതായിട്ടും കാണുവാൻ സാധിക്കാം. ഇതൊക്കെയും നമ്മുടെ നിത്യജീവൻ്റെ, നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ എന്തൊക്കെ ആവശ്യകതയാണ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. നമ്മൾ ദൈവകൽപ്പനകൾ പ്രമാണിക്കേണ്ടതിൻ്റെ ആവശ്യകത, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ദൈവത്തിൽ നിന്നും സംഭവിക്കേണ്ടതിൻ്റെ ആവശ്യകത, അതുപോലെ ദൈവിക സാന്നിധ്യത്തിൻ്റെ ആവശ്യകത, ഇതൊക്കെയും നമുക്ക് കാണിച്ചു തരുന്നു. അങ്ങനെ പാപിയായ ഒരു മനുഷ്യൻ യാഗമൃഗത്തിൻ്റെ രക്തത്തോടു കൂടിയാണ് അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവിക സാന്നിധ്യത്തിൽ പുരോഹിതന്മാരുടെ മധ്യസ്ഥതയിൽ കടന്നു വന്നിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാം. ആ വിശുദ്ധ മന്ദിരത്തെക്കുറിച്ചാണ് സ്വർഗത്തിലെ ദൈവം മോശ പ്രവാചകന് പറഞ്ഞു കൊടുക്കുന്നത്, ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വസിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ഈ വിശുദ്ധ മന്ദിരത്തിലെ ഓരോ ഉപകരണങ്ങളും അത് കർത്താവായ യേശുക്രിസ്തുവിനെ പ്രദാനം ചെയ്യുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കാം. ഹോമയാഗപീഠത്തിൽ അറുക്കപ്പെട്ട യാഗമൃഗം അത് കർത്താവായ യേശുക്രിസ്തുവാകുന്നു. താമ്രത്തൊട്ടിയിലെ വെള്ളം ജീവൻ്റെ ഉറവയായിരിക്കുന്ന, ജീവൻ്റെ ജലമായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവാകുന്നു. കാഴ്ചയപ്പത്തിൻ്റെ മേശയിലെ 12 അപ്പങ്ങൾ കർത്താവായ യേശുക്രിസ്തുവാകുന്ന ജീവൻ്റെ അപ്പത്തെ പ്രദാനം ചെയ്യുന്നു. അതുപോലെ പൊൻനിലവിളക്കുകളിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന വെളിച്ചം ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ പ്രദാനം ചെയ്യുന്നു. ധൂമപീഠം കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നതിനെ പ്രദാനം ചെയ്യുന്നു. അതിപരിശുദ്ധ സ്ഥലത്തെ ദൈവത്തിൻ്റെ കൽപ്പനകൾ,
കർത്താവ് യേശുക്രിസ്തു പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുവോളം ന്യായപ്രമാണത്തിൽ നിന്നൊരു വള്ളിയെങ്കിലും ഒരു പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോവുകയില്ല എന്ന്. ആ ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ദൈവകൽപ്പനകൾ പ്രമാണിച്ചിരുന്നു. അത് ക്രിസ്തുവിനെ പ്രദാനം ചെയ്യുന്നുവെന്ന് കാണുവാൻ സാധിക്കാം. അതുപോലെ ദൈവത്തോടു കൂടെ മനുഷ്യൻ അധിവസിക്കുന്നതിനെ കെരൂബുകൾ ദൈവത്തെ മറയ്ക്കുന്നതിന് അല്ലെങ്കിൽ ദൈവിക സാന്നിധ്യത്തെ മറയ്ക്കുന്നതിനെ പ്രദാനം ചെയ്യുന്ന. ദൈവത്തോടു കൂടെ മനുഷ്യർ അധിവസിക്കണമെങ്കിൽ മനുഷ്യന് അനുഗ്രഹിക്കപ്പെട്ട സമാഗമന കൂടാര മാതൃകയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിച്ചെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് ദൈവം മോശ പ്രവാചകനോട് എടുത്തു പറഞ്ഞത്, ഞാൻ അവരുടെ നടുവിൽ വസിക്കുന്നതിന് വേണ്ടി അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം എന്ന്. അങ്ങനെ മോശയ്ക്ക് ദൈവം കാണിച്ചു കൊടുത്ത പ്രകാരം മോശ ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കുകയും ആ വിശുദ്ധ മന്ദിരം ഇസ്രായേൽ ജനങ്ങൾ എവിടെയെല്ലാം പാളയമിറങ്ങുന്നുവോ ആ പാളയത്തിൻ്റെ മധ്യത്തിൽ അത് നിൽക്കുകയും ചെയ്തിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കാം. അതിൻ്റെ മധ്യത്തിൽ മേഘസ്തംഭമായിട്ടും അഗ്നിതൂണായിട്ടും സ്വർഗത്തിലെ ദൈവം അവരോടൊപ്പം നടക്കുകയും ഈ മന്ദിരത്തിൻ്റെ മുകളിൽ ദൈവം മേഘത്തിൽ മൂടിയിരുന്നതായിട്ടും ദൈവത്തിൻ്റെ വചനം പറയുന്ന. ഇനി ഇസ്രായേൽ ജനം എവിടെയൊക്കെ സഞ്ചരിച്ചിരുന്നോ ഈ കൂടാരം പൊളിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഉപകരണങ്ങളുമായിട്ട് അവർ മുന്നോട്ട് നീങ്ങിയിരുന്നു ജനത്തോടൊപ്പം. ഇനി അവർ എവിടെയെല്ലാം പാളയം ഇറങ്ങിയിരുന്നോ അതിൻ്റെ മധ്യത്തിൽ ഈ വിശുദ്ധ മന്ദിരം സ്ഥാപിച്ചിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാം. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന വേളയിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാം, ഈ ഇസ്രായേൽ ജനങ്ങളുടെ പാപത്തിൻ്റെ ഫലമായിട്ട് ദൈവം വിശുദ്ധ മന്ദിരം മോശ വിശുദ്ധ മന്ദിരം കൂടാരത്തിൽ നിന്നും മാറ്റി സ്ഥാപിച്ചു, പാളയത്തിന് പുറത്ത് സ്ഥാപിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അത് പ്രദാനം ചെയ്യുന്നത് നമ്മുടെ പാപങ്ങളാൽ നമ്മൾ ദൈവത്തിൽ നിന്നും അകന്നിരിക്കുന്നതിനെയാണ് അത് പ്രദാനം ചെയ്യുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കാം. അതുകൊണ്ട് ഒരിക്കലും നാം ആ സംഭവിച്ചതുപോലെ പാളയത്തിന് പുറത്തല്ല, പാളയത്തിൻ്റെ മധ്യത്തിൽ തന്നെ വിശുദ്ധ മന്ദിരം നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകത ഏറ്റവും വലുതാണ്. ഇനി നമ്മൾ പുതിയ നിയമപുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരങ്ങളാണ് എന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരങ്ങളെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്ന് തിരുവചനം പറയുന്നു. അതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ആ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ നിങ്ങളോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഞാൻ എൻ്റെ ന്യായപ്രമാണത്തെ അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന്. വിശുദ്ധ മന്ദിരത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവം വസിക്കുന്ന കൃപാസനം ദൈവത്തിൻ്റെ നിയമപ്പെട്ടകങ്ങൾക്ക് മുകളിലാണിരിക്കുന്നത്. ദൈവത്തിൻ്റെ നിയമപ്പെട്ടകത്തിന് മുകളിലാണിരിക്കുന്നത്. ആ നിയമപ്പെട്ടകത്തിനുള്ളിൽ ദൈവത്തിൻ്റെ കൽപ്പനകളിരിക്കുന്നു. അപ്പോൾ കൽപ്പനകൾക്ക് മുകളിലാണ് ദൈവം വസിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളായിരിക്കുന്ന വിശുദ്ധ മന്ദിരത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ എഴുതി സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം പൗലോസ് അപ്പോസ്തലനിലൂടെ എബ്രായർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞത്, നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണം ദൈവത്തിൻ്റെ കൽപ്പന എഴുതുമെന്ന്. കാരണം ആ കൽപ്പനകൾ ഇരിക്കുന്ന ഹൃദയങ്ങളിൽ മാത്രമേ ദൈവം അധിവസിക്കുകയുള്ളൂ. ഇന്ന് ഭൂമിയിലെ വിശുദ്ധ മന്ദിരങ്ങളായിരിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ ഹൃദയങ്ങളിൽ കൽപ്പനകൾ എഴുതിയിരിക്കുന്നു എങ്കിൽ മാത്രമേ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുകയുള്ളൂ. നമ്മൾ കൽപ്പനകൾക്ക് അധിഷ്ഠിതമായിരിക്കുന്ന ദൈവകൽപ്പനകൾക്ക് അധിഷ്ഠിതമായിരിക്കുന്ന ഒരു ജീവിതം നയിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ഇന്ന് വെളിപ്പാടുകാരനായ യോഹന്നാൻ പറയുന്നത് ലവോദിക്ക സഭയോട്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ. നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം പറയുകയാണ്, ദൈവം വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, നമ്മുടെ ഹൃദയ കവാടങ്ങളിൽ നിന്ന് മുട്ടുന്നു. ദൈവത്തിനകത്തേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നില്ല. കാരണം നമ്മുടെ പാപങ്ങൾ നമ്മളെയും നമ്മുടെ ദൈവത്തെയും തമ്മിൽ അകറ്റുന്നു.
അപ്പോൾ പാപത്തിൻ്റെ ശമ്പളം മരണം. എന്നാൽ എന്താണ് പാപമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. 1 യോഹന്നാൻ 3:4 ട്രാൻസ്ഗ്രഷൻ ഓഫ് ലോ ഈസ് സിൻ. ദൈവകൽപ്പനകളുടെ ലംഘനമാണ് പാപം. അങ്ങനെ ദൈവകൽപ്പനകൾ ലംഘിക്കുന്ന ഒരു ഹൃദയത്തിൽ ദൈവത്തിന് അധിവസിക്കുവാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് അധിവസിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. നിങ്ങൾ എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ, അനുസരണമുള്ളവരായി തീർന്നാൽ, ദൈവകൽപ്പനകൾ പ്രമാണിക്കുന്നവരായി തീർന്നാൽ, ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കാം. ഞാൻ നിന്നോടും നീ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്ന. അങ്ങനെ മണവാളനായിരിക്കുന്ന മശിഹയോട് കൂടെ ചേർന്ന മണവാട്ടി സഭയിലെ അംഗങ്ങളായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആ കാന്തയുടെ കല്യാണ നാളിൽ ക്രിസ്തുവിനോട് കൂടെ അത്താഴം കഴിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവകൽപ്പനകൾ എഴുതണം. കൽപ്പനകൾക്ക് അധിഷ്ഠിതമായൊരു ജീവിതം നയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിനോട് കൂടെ അധിവസിക്കുവാൻ സാധ്യമാവുകയുള്ളൂ. കാരണം അശുദ്ധിക്ക് മുകളിലല്ല, ദൈവസിംഹാസനത്തിന് അടിസ്ഥാനമായിരിക്കുന്ന ദൈവകൽപ്പനകൾക്ക് മുകളിലാണ് ദൈവം വസിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം മോശ പ്രവാചകനോട് പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണമെന്ന്. ആ വിശുദ്ധ മന്ദിരത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവം വസിക്കുന്ന. ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഫലമായിട്ട് നഷ്ടപ്പെട്ടു പോയ ആ ദൈവിക സാന്നിധ്യം, ദൈവത്തോടു കൂടെ വസിക്കുവാനുള്ള ദൈവം നൽകിയിരിക്കുന്ന അവസരം വിശുദ്ധ മന്ദിരത്തിലൂടെ ദൈവം അത് മനുഷ്യന് നൽകുകയാണ്. അങ്ങനെ വിശുദ്ധ മന്ദിരത്തിലൂടെ ദൈവം നൽകിയതായിട്ടുള്ള അവസരം വീണ്ടും കർത്താവ് യേശുക്രിസ്തു നമ്മുടെ മധ്യത്തിൽ വന്ന് വസിച്ച അത് ഏറ്റവും ശ്രേഷ്ഠമാക്കി തീർത്തു. ആ ക്രിസ്തു പറയുകയാണ്, പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും നമ്മൾ ഒരുമിച്ച് ആ ക്രിസ്തുവിനോട് കൂടെ വസിക്കും. കുഞ്ഞാടിനോട് കൂടെ വസിക്കും. നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച ക്രിസ്തുവിനോട് കൂടെ വസിക്കും. ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം. അതിന് നാം ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ എഴുതണം. ദൈവത്തിൻ്റെ ആത്മാവെങ്കിലേ നമ്മൾ വസിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ ജീവിച്ചിരിക്കുന്ന വിശുദ്ധ മന്ദിരങ്ങളായി മാറുമ്പോൾ ആ സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിൽ മണവാളനായിരിക്കുന്ന ക്രിസ്തുവിനോട് കൂടെ നമുക്കും വിവാഹ പന്തിയിലിരിക്കുവാൻ സാധിക്കാം. ഇല്ല എങ്കിൽ ക്രിസ്തു സദാസമയത്തും നമ്മുടെ ഹൃദയവാതിക്കൽ നിന്ന് മുട്ടുകയും നമുക്ക് ക്രിസ്തുവിനോട് കൂടെ അത്താഴം കഴിക്കുവാൻ സാധിക്കാത്തതായിട്ടുള്ള അവസ്ഥ ഉണ്ടാവുകയും ചെയ്യാം. അതുകൊണ്ട് ആ വിശുദ്ധ മന്ദിരത്തിൽ ദൈവം വസിച്ചതുപോലെ നമ്മുടെ ഹൃദയമാകുന്ന, നമ്മുടെ ശരീരമാകുന്ന വിശുദ്ധ മന്ദിരത്തിലും ദൈവം വസിക്കുന്നതിന് വേണ്ടി, നമുക്ക് ദൈവകൽപ്പനകളെ നമ്മുടെ ഹൃദയത്തിൽ എഴുതുന്നതിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാം. അപ്രകാരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം നയിക്കുവാൻ ദൈവം എല്ലാവരെയും ഒരുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് കണ്ണുകളെ അടച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന അടിയുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, അനുഗ്രഹമേറിയ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്ന, അടിയങ്ങളുടെ മധ്യത്തിൽ, അടിയങ്ങളുടെ ഹൃദയത്തിൽ, അടിയങ്ങളോട് കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന സ്വർഗത്തിലെ നല്ല പിതാവാം ദൈവമേ, അടിയങ്ങളോട് കൂടെ അവിടെ നിന്ന് വസിക്കണമെങ്കിൽ അവിടെ നിന്ന് വിരലുകളാൽ കൽപ്പലകയിൽ എഴുതിയ കൽപ്പന അടിയങ്ങളുടെ ഹൃദയ പലകളിൽ ഇരിക്കണമെന്ന് അവിടെ നിന്ന് കേൾപ്പിച്ച കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന, അപ്രകാരം ദൈവകൽപ്പനകൾ പ്രമാണിക്കുന്ന, യേശുവിൻ്റെ വിശ്വാസമുള്ള വിശുദ്ധ മന്ദിരങ്ങളായി അടിയങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ അവിടെ നടിയങ്ങളെ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി അനുഗ്രഹിക്കണമെന്ന് അടിയക്കായി കാൽവരിയിൽ മരിച്ചുയർത്തുന്നേക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.